വെൽക്കം ടു സ്റ്റുഡന്റ്. നമ്മൾ നോക്കാൻ പോകുന്നത് +2 ഫിസിക്സിന്റെ 9ാമത്തെ ചാപ്റ്റർ അഥവാ റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. പലർക്കും വളരെ ഡിഫിക്കൽട്ടായ ചാപ്റ്റർ എന്നാണ് കരുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഈ വീഡിയോ എന്താണ് ഇടാത്തത് എന്ന് പറഞ്ഞിട്ട് പലരും റിക്വസ്റ്റ് ചെയ്തൊരു ചാപ്റ്റർ ആണ് റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. കൂടുതൽ അതായത് വലിയൊരു ചാപ്റ്ററാണ്, അതുപോലെ തന്നെ കൂടുതൽ ഡെറിവേഷൻസ് ഉള്ള ചാപ്റ്ററാണ്. നമുക്കിത് ഒരു വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. സോ ഒന്നിൽ കൂടുതൽ പാർട്ടുകളായിട്ടാണ് വീഡിയോസ് വരുന്നത്. സോ ആദ്യത്തെ പാർട്ടാണ് ഈ വീഡിയോ. തുടർന്നുള്ള വീഡിയോസ് ഫർദർ ഡേയ്സിനകത്ത് വരും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് വെച്ചാൽ ഫ്രണ്ട്സിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. ഫസ്റ്റ് ടോപ്പിക് ആണ് റിഫ്ലക്ഷൻ. എന്താണ് റിഫ്ലക്ഷൻ? റിഫ്ലക്ഷൻ പലർക്കും അറിയാം. ഈ ടേം ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ചെറിയ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചാണ്. റിഫ്ലക്ഷൻ ഞാൻ സിമ്പിൾ ആയിട്ട് വരച്ചു തരാം. ഒരു സ്മൂത്ത് സർഫേസിൽ ഒരു ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് അതേ മീഡിയത്തിലോട്ട് തന്നെ തിരിച്ചു പോകുന്ന ഫിനോമിനെയാണ് നമ്മൾ എന്ത് പറയുക? റിഫ്ലക്ഷൻ എന്ന് പറയാം. അതായത് ഒരു സ്മൂത്ത് സർഫേസിൽ ഒരു ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് ആ ലൈറ്റ് തിരിച്ച് അതേ മീഡിയത്തിലോട്ട് പോകുന്ന ഫിനോമിനെയാണ് നമ്മൾ എന്ത് പറയുക? റിഫ്ലക്ഷൻ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയും. ഈ വരുന്ന ലൈറ്റിന് നമ്മൾ എന്ത് പറയും? ഇൻസിഡന്റ് ലൈറ്റ് എന്ന് പറയും. തിരിച്ചു പോകുന്ന ലൈറ്റിനെ റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്ന് പറയും. ഓക്കെ, ഇൻസിഡന്റ് ലൈറ്റ് അല്ലെങ്കിൽ ഇൻസിഡന്റ് ബീം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. സോ ഫൈൻ. ഈ നടുവിൽ വരയ്ക്കുന്ന അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ നോർമൽ എന്ന് പറയും. ഈ സർഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈനെ നമ്മൾ എന്ത് പറയും? നോർമൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ലൈൻ എന്നൊക്കെ പറഞ്ഞാലും തെറ്റില്ല. ദെൻ ഇനി നമ്മൾ ഈ ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിളിനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും. ഇതിന് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇൻസിഡന്റ് ലൈറ്റും നോർമലും തമ്മിലുള്ള ആംഗിളിനെ നമ്മൾ എന്ത് പറയും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും. നമ്മുടെ റിഫ്ലക്റ്റഡ് ലൈറ്റും നോർമലും തമ്മിലുള്ള ആംഗിളിനെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയും. റിഫ്ലക്ഷൻ എന്ന് തന്നെ പഠിക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയേ ഇതിനകത്ത് കൺസെപ്റ്റ് ഉള്ളൂ. അപ്പൊ എന്താണ്? ഒരു ലൈറ്റ് വന്നിട്ട് ഒരു സ്മൂത്ത് സർഫേസിൽ ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് അതേ മീഡിയത്തിലോട്ട് തന്നെ തിരിച്ചു പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? റിഫ്ലക്ഷൻ എന്ന് പറയാം. ഏത് ആംഗിളിലാണോ ലൈറ്റ് ഇൻസിഡന്റ് ആവുന്നത് ആ ആംഗിളിനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും. ഏത് ആംഗിളിലാണോ റിഫ്ലക്ട് ചെയ്ത് പോകുന്നത് അതിന് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയും. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനും അല്ലെങ്കിൽ ഈ സർഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈനെ നമ്മൾ എന്ത് പറയും? നോർമൽ എന്ന് പറയും. അതിന് n എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ബേസിക് കൺസെപ്റ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആണ്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഇതും വളരെ സിമ്പിൾ ആണ്. രണ്ട് പോയിന്റുകൾ പഠിച്ചാൽ മതി. ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് ബേസ് ചെയ്ത ഒരു ലോ ആണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. രണ്ട് പോയിന്റുകൾ പഠിച്ചാൽ മതി. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആംഗിൾ ഓഫ്, അതായത് ഈ പറയുന്ന ഇൻസിഡന്റ് ലൈറ്റ്, റിഫ്ലക്റ്റഡ് ലൈറ്റ്, ഇൻസിഡന്റ് ലൈറ്റും റിഫ്ലക്റ്റഡ് ലൈറ്റും നോർമലും ഒരേ പ്ലെയിനിൽ തന്നെ ആയിരിക്കും. ഇൻസിഡന്റ് ലൈറ്റും റിഫ്ലക്റ്റഡ് ലൈറ്റും നോർമലും ഒരേ പ്ലെയിനിൽ തന്നെ ആയിരിക്കും. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഇൻസിഡന്റ് ലൈറ്റ്, റിഫ്ലക്റ്റഡ് ലൈറ്റ് ആൻഡ് നോർമൽ ലൈസ് ഓൺ ദ സെയിം പ്ലെയിൻ. ക്ലിയർ അല്ലേ? ആദ്യത്തെ പോയിന്റ് വളരെ സിമ്പിൾ അല്ലേ? ഇൻസിഡന്റ് ലൈറ്റും റിഫ്ലക്റ്റഡ് ലൈറ്റും നോർമലും ഒരേ പ്ലെയിനിൽ തന്നെ ആയിരിക്കും. അതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ലോയിലുള്ള രണ്ടാമത്തെ പോയിന്റ് അതിനെക്കാട്ടിലും സിമ്പിൾ ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഈക്വൽ ടു ഐ. ഇൻസിഡന്റ് ചെയ്യുന്ന അതേ ആംഗിളിൽ തന്നെ ലൈറ്റ് എന്ത് ചെയ്തു? റിഫ്ലക്ട് ചെയ്ത് പോകും. സോ നമുക്ക് എന്ത് പറയാം? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയാം. സോ ഇതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് ലൈറ്റ്, റിഫ്ലക്റ്റഡ് ലൈറ്റ്, നോർമൽ ഒരേ പ്ലെയിനിൽ തന്നെ ആയിരിക്കും. അടുത്തത് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇത്രയാണ് നമുക്ക് റിഫ്ലക്ഷനെ ബേസ് ചെയ്ത് ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് കടക്കാൻ പോകുന്നത് നമ്മുടെ മിറേഴ്സിലൊക്കെയാണ്. മിറേഴ്സിലോട്ടാണ് കടക്കാൻ പോകുന്നത്. സോ മിറേഴ്സിലെ ഡെറിവേഷനിലോട്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് കടക്കുന്നില്ല, കാരണം അത് നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ഞാൻ എന്തൊക്കെയാണ് കൺസെപ്റ്റ്, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. നമ്മളൊരു കോൺകേവ് മിറർ എടുക്കുക. ഇതൊരു കോൺകേവ് മിറർ ആണ്. സോ അതിനകത്തുള്ള ടേംസിനെ കുറിച്ചാണ് ഞാൻ പറയാം. ഇതൊരു മിറർ ആണ്, കോൺകേവ് മിറർ ആണ് കേട്ടോ. സോ ഈ മിററിന്റെ സെന്റർ പോർഷനെയാണ് നമ്മൾ എന്ത് പറയുക? പോൾ എന്ന് പറയുക. അതിനെ പി എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഒരു മിററിന്റെ സെന്റർ പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോൾ. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പി എന്നാണ്. ക്ലിയർ? ദെൻ ഈ പോളിലൂടെ പോകുന്ന ആക്സിസിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുക. ദ ആക്സിസ് വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദ പോൾ ഈസ് നോൺ ആസ് പ്രിൻസിപ്പൽ ആക്സിസ്. സോ ഈ ആക്സിസിനെ നമുക്ക് എന്ത് പറയാം? പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയാം. പി എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പൽ ആക്സിസ് ആണ് പോളിലൂടെ പോകുന്ന ആക്സിസ് എന്ന് പറയാം. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ദെൻ അടുത്തൊരു കാര്യം, നമ്മളൊരു സർക്കിൾ കൺസിഡർ ചെയ്താൽ അതിന്റെ സെന്ററിനെ നമ്മൾ എന്ത് പറയും? സി എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇവിടെയും നമ്മൾ അതുപോലെ തന്നെ ഈ മിററിനെ ഈ ഒരു പോർഷൻ മാത്രമേ നമുക്ക് ഇവിടെ കാണുന്നുള്ളൂ.
പക്ഷെ ഇത് ശരിക്കും എന്താണ് ഒരു സർക്കുലർ ആയിട്ട് കൺസിഡർ ചെയ്താൽ അതിനൊരു സെന്റർ ഉണ്ടാവില്ലേ? സെന്റർ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതും ഒരു സർക്കുലർ ആയിട്ട് കൺസിഡർ ചെയ്താൽ അതിനൊരു സെന്റർ ഉണ്ടാവും. ആ സെന്റർ നമ്മൾ സി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. സി എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് കർവേച്ചർ. സി എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റർ ഓഫ് കർവേച്ചർ. ഈ പറയുന്ന മിററിന്റെ സെന്ററിനെയാണ് നമ്മൾ എന്താ പറയുക? സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു കാര്യം, ഒരു സർക്കിളിന്റെ സെന്ററും അതിന്റെ ഈ സൈഡിൽ നിന്നുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് പറയും? റേഡിയസ് എന്ന് പറയും. ക്ലിയർ അല്ലേ? ഞാൻ സർക്കിളിന്റെ ബേസ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്ന പറഞ്ഞാണ്. സോ സെന്ററും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് പറയും? ഇവിടെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയും. സെന്ററിനെ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയും. സെന്ററും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസിന് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയും. സോ സി മീൻസ് സെന്റർ ഓഫ് കർവേച്ചർ. അടുത്തത് ആർ മീൻസ് ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ. ഈ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കാം. ഇത് ബേസിക് കാര്യങ്ങൾ. സോ ഈ ഒരു ഡിസ്റ്റൻസിന് നമുക്ക് എന്തായിട്ട് എടുക്കാം? ആർ ആയിട്ട് എടുക്കാം. റേഡിയസ് ഓഫ് കർവേച്ചർ ആയിട്ട് എടുക്കാം. ഓക്കെ, ഞാൻ ഈ ആരോ മാർക്കൊന്നും വരയ്ക്കുന്നില്ല, കാരണം അത് നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂസ് ചെയ്യും. ഓക്കെ, ഈ കാര്യങ്ങൾ ഇത് ബേസിക് കാര്യങ്ങളാണ്. സെന്റർ ഓഫ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ, അതുപോലെ തന്നെ പോള്. ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ നടക്കുന്നത് ഇമേജ് ഫോർമേഷൻ ആണ്. ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജ് ഇവിടെ എങ്ങനെ ഫോം ആവുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് വേണം? ഒരു ഒബ്ജക്റ്റ് വേണം. ഞാൻ ഒരു ഒബ്ജക്റ്റ് സെന്റർ ഓഫ് കർവേച്ചറിന് ഇപ്പുറത്ത് വരച്ചു. ഓക്കെ, ഒബ്ജക്റ്റിൽ നിന്ന് പല രീതിയിൽ റേസ് പോവാറുണ്ട് ഇമേജ് ഫോം ചെയ്യാൻ. ശരിക്കും 3 വേസ് ആണുള്ളത്. ഞാൻ ആദ്യത്തെ വേ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് റേസ് പാസ് ചെയ്തിട്ട് റിഫ്ലക്ട് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നത്. ക്ലിയർ? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് റേസ് പാസ് ചെയ്തിട്ട് റിഫ്ലക്ട് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നത്. ഈ പോയിന്റ് നമുക്ക് വേണമെങ്കിൽ പി എന്ന് കൊടുക്കാം. പി ഈ പോയിന്റ്, ഈ അതായത് റിഫ്ലക്ട് ചെയ്യുന്ന പോയിന്റിനെ, നമ്മുടെ ഈ മിററിൽ റിഫ്ലക്ട് ചെയ്യുന്ന പോയിന്റിനെ പി എന്ന് നമുക്ക് കൊടുക്കാം. സോ പി എന്ന് പറയുന്ന പോയിന്റിൽ തട്ടിയിട്ട് നമ്മുടെ റേസ് തിരിച്ചു വരുന്നുണ്ട്. ഈ തിരിച്ചു വരുന്ന ഈ പോയിന്റ്, ഏത് പോയിന്റിലാണോ ഇൻസിഡന്റ് റേ കട്ട് ചെയ്യുന്നത്, ഇതിന് നമ്മൾ എന്ത് പറയാം? എഫ് അഥവാ ഫോക്കസ് എന്ന് പറയാം. എന്താണ് പറയാ? എഫ് അഥവാ ഫോക്കസ് എന്ന് പറയാം. ഈ റേസ് തിരിച്ച് ഏത് പോയിന്റിലൂടെയാണോ കട്ട് ചെയ്ത് പോകുന്നത് അതിന് നമ്മൾ എന്ത് പറയും? എഫ് അഥവാ ഫോക്കസ് എന്ന് പറയും. ക്ലിയർ അല്ലേ? ഈ കാര്യം വൃത്തിയായിട്ട് അറിഞ്ഞു വെക്കണം. ദെൻ ഫോക്കസും നമ്മുടെ പോളും തമ്മിലുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് പറയും? ഫോക്കൽ ലെങ്ത് എന്ന് പറയും. ഫോക്കസും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് പറയും? ഫോക്കൽ ലെങ്ത് എന്ന് പറയും. ഈ കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം കേട്ടോ. അപ്പൊ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന്റെ ഇമേജ് ഫോം ചെയ്യുന്ന കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. സോ ഇമേജ് അല്ലെങ്കിൽ റേസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടാണ് മൂവ് ചെയ്യുക. പാരലൽ ആയിട്ട് മിററിൽ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്ത് വരും. സോ റിഫ്ലക്ട് ചെയ്തിട്ട് പ്രിൻസിപ്പൽ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റിന് നമ്മൾ എന്ത് പറയും? ഫോക്കസ് എന്ന് പറയും. ഫോക്കസും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് പറയും? ഫോക്കൽ ലെങ്ത് എന്ന് പറയും. ക്ലിയർ അല്ലേ? സോ ഒരു റേ പോയത് വരച്ചു, അടുത്ത റേ പോണമല്ലോ, എന്നാൽ മാത്രമല്ല ഇമേജ് ഫോം ചെയ്യുള്ളൂ. സോ സെക്കൻഡ് റേ ഈ പറയുന്ന സെന്റർ ഓഫ് കർവേച്ചറിലൂടെ പോയിട്ട്, സെന്റർ ഓഫ് കർവേച്ചറിലൂടെ പോയി വെച്ചാൽ അതേ ഡയറക്ഷനിൽ തന്നെ തിരിച്ചു വരും കേട്ടോ. ഒന്ന് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായി പോയി കഴിഞ്ഞു വെച്ചാൽ ഫോക്കസിലൂടെ തിരിച്ചു വരും. സെന്റർ ഓഫ് കർവേച്ചറിലൂടെ പോയി വെച്ചാൽ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ തന്നെ തിരിച്ചു വരും. ക്ലിയർ ആവുന്നുണ്ടോ? അത് നിങ്ങൾക്ക് അറിഞ്ഞു വെക്കണം. സോ ആദ്യത്തെ റേയും രണ്ടാമത്തെ റേയും കൂട്ടിമുട്ടുന്ന പോയിന്റ് എവിടെയാണ്? ഇവിടെയാണ് കൂട്ടിമുട്ടുന്നത്. സോ അവിടെയാണ് എന്ത് ഫോം ചെയ്യുക? അവിടെയാണ് ഇമേജ് ഫോം ചെയ്യുക. ഇമേജ് എങ്ങനെയായിരിക്കും? ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. തല തിരിഞ്ഞ ഇമേജ് ആയിരിക്കും. ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. സോ എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുക? ആദ്യത്തെ റേയും രണ്ടാമത്തെ റേയും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിലാണ് ഇമേജ് ഫോം ചെയ്യുക. ആദ്യത്തെ റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് പോയിട്ട് ഫോക്കസിലൂടെ കടന്നുപോയി. രണ്ടാമത്തെ റേ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ പോയിട്ട് സെന്റർ ഓഫ് കർവേച്ചറിലൂടെ തന്നെ തിരിച്ചുപോയി. സോ അത് രണ്ടും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിലാണ് നമ്മൾ എന്ത് ഫോം ചെയ്യുക? ഇമേജ് ഫോം ചെയ്യുക. ഞാൻ അതിന് വേണമെങ്കിൽ എം എന്ന് കൊടുത്തു, ഇവിടെ ഐ എന്ന് കൊടുത്തു. സോ ഐ എം ആണ് നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത്. ഐ എം ആണ് നമ്മുടെ ഇമേജ് എന്ന് പറയുന്ന ഫോക്കൽ ലെങ്ത് എല്ലാം ഞാൻ മായ്ച്ചു കളയും, കാരണം നിങ്ങൾക്ക് കൺഫ്യൂസ് ആവേണ്ടതുകൊണ്ട്. സോ ഐ എം ആണ് നമ്മുടെ ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? ആദ്യം നമ്മൾ ഒരു മിറർ വരച്ചു, അതിന്റെ സെന്ററിനെ പോൾ എന്ന് കൊടുത്തു. അടുത്ത നമ്മൾ നോക്കിയത് സെന്റർ ഓഫ് കർവേച്ചർ നോക്കി. സെന്റർ ഓഫ് കർവേച്ചറും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പേരിട്ടു. സെന്റർ ഓഫ് കർവേച്ചറിന് ഇപ്പുറത്ത് ഞാനൊരു ഒബ്ജക്റ്റ് വെച്ചു. ഒബ്ജക്റ്റിന് നമ്മുടെ റേസ് പോയിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് പോയിട്ട് മിററിൽ പോയി ടച്ച് ചെയ്തിട്ട് ഫോക്കസിലൂടെ പാസ് ചെയ്തു, അല്ലെങ്കിൽ പാസ് ചെയ്യുന്ന പോയിന്റിന് നമ്മൾ എന്ത് പറഞ്ഞു? ഫോക്കസ് എന്ന് പറഞ്ഞു. ഫോക്കസും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഫോക്കൽ ലെങ്ത് നമ്മൾ ഡിഫൈൻ ചെയ്തു. അതിനുശേഷം ഇത് ഒരു റേ ഇങ്ങനെ പോയി, രണ്ടാമത്തെ റേ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ പാസ് ചെയ്തിട്ട് നമ്മുടെ മിററിൽ തട്ടിയിട്ട് അതേ വഴി തന്നെ എന്ത് ചെയ്തു? തിരിച്ചു വന്നു. സോ ഈ രണ്ട് റേസും കൂട്ടിമുട്ടുന്ന പോയിന്റിലാണ് നമ്മൾ എന്ത് ഫോം ചെയ്യുക? ഇമേജ് ഫോം ചെയ്യുക. ഈ ഒബ്ജക്റ്റിന്റെ ഇമേജ് ഫോം ചെയ്യുക. സോ ഇമേജിനെ ഞാൻ ഐ എം എന്ന് ഡിനോട്ട് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആണ്, ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സൈൻ കൺവെൻഷനെ കുറിച്ചാണ്. സൈൻ എങ്ങനെയാണ് നമ്മൾ സൈൻ ഇടുക? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ മിറർ നമ്മൾ എടുത്തത്.
സോ ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ ലൈക്ക് ദിസ്, ഇങ്ങോട്ടുള്ള ഡയറക്ഷനിലുള്ളതെല്ലാം പോസിറ്റീവാണ്, ഇവിടെ ഇങ്ങോട്ട് എടുക്കുന്നതെല്ലാം നെഗറ്റീവാണ്. ക്ലിയർ? ടുവേർഡ്സ് ദ ഇൻസിഡന്റ് റേയിന്റെ ഡയറക്ഷനിലുള്ളതെല്ലാം പോസിറ്റീവാണ്, തിരിച്ചു വരുന്നതെല്ലാം തിരിച്ചെടുക്കുന്നതെല്ലാം നെഗറ്റീവാണ്. അതുപോലെ തന്നെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റിനോട്ട്, അതായത് അപ്വേർഡ് എടുക്കുന്നതെല്ലാം പോസിറ്റീവാണ്, ഡൗൺവേർഡ് എടുക്കുന്നതെല്ലാം നെഗറ്റീവാണ്. ഈ കാര്യങ്ങൾ കൂടി അറിഞ്ഞു വെക്കണം കേട്ടോ. അപ്വേർഡ് എടുക്കുന്നതെല്ലാം പോസിറ്റീവാണ്, ഡൗൺവേർഡ് എടുക്കുന്നതെല്ലാം നെഗറ്റീവാണ്. ഇൻസിഡന്റ് റേയിന്റെ അതേ ഡയറക്ഷനിൽ എടുക്കുന്ന പോസിറ്റീവാണ്, തിരിച്ചുള്ള മെഷർമെന്റുകളെല്ലാം നെഗറ്റീവാണ്. ഇതാണ് ഒരു മിറർ അല്ലെങ്കിൽ നമ്മുടെ ഇമേജ് ഫോർമേഷന്റെ ബേസിക് കൺസെപ്റ്റുകൾ. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ നമുക്കൊന്നും എഴുതാൻ പറ്റില്ല. ഓക്കെ, അടുത്ത ഒരു ചെറിയൊരു കുഞ്ഞു കാര്യം കൂടി ഉണ്ട്. അതായത് ഒബ്ജക്റ്റും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസിന് നമ്മൾ യു എന്ന് ഡിനോട്ട് ചെയ്യും. ഒബ്ജക്റ്റും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസിന് നമ്മൾ, അല്ലെങ്കിൽ ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്യും? യു എന്ന് ഡിനോട്ട് ചെയ്യും. അതിനുശേഷം ഈ പറയുന്ന ഇമേജും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ വി എന്ന് ഡിനോട്ട് ചെയ്യും. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്ജക്റ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെ യു എന്ന് ഡിനോട്ട് ചെയ്യും, ഇമേജിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്തെടുക്കും? വി എന്ന് ഡിനോട്ട് ചെയ്യും. സ്മോൾ ലെറ്റർ എടുത്താലും കറക്റ്റ് ആണ്, സ്മോൾ ലെറ്റർ ആണ് എടുക്കുക. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. സൈൻ കൺവെൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങോട്ടുള്ള ഡയറക്ഷൻ പോസിറ്റീവും തിരിച്ചു വരുന്നത് നെഗറ്റീവും, മുകളിലോട്ടുള്ളത് പോസിറ്റീവും താഴോട്ടുള്ളത് നെഗറ്റീവും. ഓക്കെ, അതുപോലെ തന്നെ ഒബ്ജക്റ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് യുവും ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എന്തെടുക്കും? വി എന്ന് എടുക്കും. ബാക്കി സെന്റർ ഓഫ് കർവേച്ചർ, ഫോക്കൽ ലെങ്ത്, ഈ കാര്യങ്ങളെല്ലാം ബേസിക് ആണ്. ഇത് മറന്നു പോരുത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇനിയുള്ള 2-3 ഡെറിവേഷൻസ് എല്ലാം വരുന്നുണ്ട്. സോ അതൊക്കെ പലർക്കും ഡിഫിക്കൽട്ട് ആവാൻ കാരണം ഇതിനെക്കുറിച്ച് ഒരു ക്ലിയർ ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ്. സോ ഇത് നമ്മൾ ആദ്യം ബേസിക് ക്ലിയർ ആണെങ്കിൽ മാത്രമേ ബാക്കിയുള്ളത് നമ്മൾ പഠിച്ചിട്ട് കാര്യമുള്ളൂ അല്ലേ. ഒരു വീഡിയോ കിട്ടുമ്പോൾ എപ്പോഴും ബേസ് ഓക്കെ ആണെങ്കിലാണ് മുകളിലോട്ടൊക്കെ പഠിച്ചിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ മുകളിലോട്ട് കെട്ടിയിട്ട് കാര്യമുള്ളൂ. ഇവിടെയും അതുപോലെ തന്നെ ഈ ബേസിക് ഐഡിയാസ് നമുക്ക് ഉണ്ടെങ്കിൽ പിന്നീടുള്ള ഡെറിവേഷൻസ് എല്ലാം നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്, അതായത് ഈ ചാപ്റ്ററിൽ റിഫ്ലക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള അടുത്തൊരു ഡെറിവേഷനിലോട്ടാണ് നടക്കുന്നത്. ഡെറിവേഷൻ വിചാരിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും വലിയ കോംപ്ലിക്കേഷൻ ഉള്ളതാണ്. കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, ഈ ചിത്രം കണ്ടിട്ട് ഒന്നും പേടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിൾ ഡെറിവേഷൻ ആണ്. അപ്പോൾ എന്താണ് ഡെറിവേഷൻ? റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത്തും റേഡിയസ് ഓഫ് കർവേച്ചറും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കുന്ന ഒരു കുഞ്ഞു ഡെറിവേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു മിറർ വരച്ചു. മിററിൽ നിന്ന് ഒരു ഇൻഫിനിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നോ ഒരു ഇൻസിഡന്റ് റേ വരുന്നുണ്ട്. ഇൻസിഡന്റ് റേ ആണ് ഈ ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ പോയി തട്ടിയിട്ട് തിരിച്ച് ഫോക്കസിലൂടെ തിരിച്ചു വരുന്നു. നമുക്കിത് ഓൾറെഡി പഠിച്ചാണ്. സോ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായി പോയാൽ ഏതിലൂടെയാണ് പാസ് ചെയ്യുക? ഫോക്കസിലൂടെയാണ് പാസ് ചെയ്യുക. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഒരു റേ പോയാൽ അതെപ്പോഴും ഏതിലൂടെയാണ് പാസ് ചെയ്യുക? ഫോക്കസിലൂടെ പാസ് ചെയ്തു. സെയിം വേ ഫോക്കസിലൂടെ പാസ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് അറിഞ്ഞു വെച്ചാൽ മതി കേട്ടോ. ദെൻ ഈ പറയുന്ന ഫോക്കസും നമ്മുടെ പോളും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് പറയും? ഫോക്കൽ ലെങ്ത് എന്ന് പറയും. ഈ മിററിന്റെ സെന്ററും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ റേഡിയസ് ഓഫ് കർവേച്ചർ R എന്ന് പറയും. ഇത്രയേ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ കാണും ഇതിനെന്താ തീറ്റ എന്നൊക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എന്താ സാധനം? നമുക്കറിയാം, നമ്മുടെ ആംഗിൾ ഓഫ് ഈ പറയുന്ന ഇൻസിഡന്റ് റേ, ഈ കാണുന്ന ഇൻസിഡന്റ് റേ നമ്മുടെ മിററിൽ ഇൻസിഡന്റ് ആവുന്ന ആംഗിളിനെ നമ്മൾ എന്ത് പറയും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ഈ പറയുന്ന തീറ്റ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ഈ പറയുന്ന തീറ്റ. ഐ ആണ് ഈ പറയുന്ന തീറ്റ. നമുക്കറിയാം ലോസ് ഓഫ് റിഫ്ലക്ഷൻ അനുസരിച്ച് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആയിരിക്കും. അപ്പൊ ഇത് തീറ്റ ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആറും എന്തായിരിക്കും? ആറും തീറ്റ തന്നെ ആയിരിക്കും. ക്ലിയർ അല്ലേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്തോ ആയിരിക്കും? തീറ്റ തന്നെ ആയിരിക്കും. പിന്നെ എഗെയിൻ ഇവിടെ എങ്ങനെ 2θ വന്നു, ഇവിടെ എങ്ങനെ തീറ്റ വന്നു, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. അത് ആൾട്ടർനേറ്റ് ആംഗിൾസ് നമ്മൾ ഇങ്ങനെ കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ തീറ്റയാണെങ്കിൽ ഇവിടെ തീറ്റ വരും, ഇവിടെ 2θ ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 2θ വരും. നമ്മളിത് മാത്സിൽ പഠിച്ച കാര്യമാണ്. അതേ കാര്യം തന്നെയാണ് ഇവിടെ. നോക്കിക്കേ, ഇവിടെ 2θ ആണെങ്കിൽ ഇവിടെ 2θ വരും, ഇവിടെ തീറ്റ ആണെങ്കിൽ ഇവിടെ തീറ്റ വരും. ക്ലിയർ അല്ലേ? ഇത് മാത്സിന്റെ ബേസിസിലാണ് നമ്മൾ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. സോ അതുകൂടി നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ദെൻ ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് റിലേഷൻ ആണ്. സോ അതിനു വേണ്ടി നമുക്ക് എടുക്കാം. ഫസ്റ്റ് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ഓർ റേഡിയസ് എഴുതാം. ഞാനിവിടെ റേഡിയസ് എഴുതുന്നത് കേട്ടോ. ഡിസ്റ്റൻസ് എഴുതിയാലും തെറ്റില്ല, റേഡിയസ് എഴുതിയാലും തെറ്റില്ല. സോ ആംഗിൾ ആദ്യം ഞാൻ ഈ പറയുന്ന തീറ്റനെ ബേസ് ചെയ്തിട്ടുള്ള കൺസിഡർ ചെയ്യാൻ കേട്ടോ. അപ്പൊ ഏത് നമുക്ക് കൺസിഡർ ചെയ്യാം? CQP ആണ് കൺസിഡർ ചെയ്യുന്നത്. CQP ഇത് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആംഗിൾ എന്താണ്? തീറ്റയാണ്. സോ തീറ്റ ഈക്വൽ ടു ആർക്ക് ലെങ്ത് എന്താണ്? QP ആണ്. ഈ പറയുന്ന സിയും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണ് ഞാൻ റേഡിയസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഡിസ്റ്റൻസ് എഴുതിയാലും തെറ്റില്ല. സോ ഡിസ്റ്റൻസ് എന്തായിട്ട് എടുക്കാം? നമുക്കറിയാം ഡിസ്റ്റൻസ് എന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. സെന്റർ ഓഫ് കർവേച്ചറും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് പറയും? റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയും. സോ തീറ്റ ഈക്വൽ ടു QP ഡിവൈഡഡ് ബൈ R എന്ന് വരും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഇക്വേഷനിലോട്ട് കടക്കാം. നെക്സ്റ്റ് വൺ,
അതിന് ഇവിടെ എഫ് എന്നായിട്ടിരിക്കുന്നത്. സോ എഫ് തന്നെ എടുക്കാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ എഫിന് പകരം നമ്മൾ ഇതിന് ഫോക്കസ് ആണ്, അതുകൊണ്ട് എഫ് എന്നിട്ടിരിക്കുന്നത്. വേണമെങ്കിൽ വേറൊരു ലെറ്റർ ഉപയോഗിച്ച് ചെയ്യാം. ഏതാണ്? ടി. ക്ലിയർ? ടി ഇല്ലാത്തതാണല്ലോ ടി ചെയ്ത്. സോ ടി ക്യൂ പി എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ കൺസിഡർ ചെയ്താൽ നമുക്കറിയാം അവിടെയുള്ള ആംഗിൾ എത്രയാണ്? 2θ ആണ്. സോ 2θ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ക്യൂ പി തന്നെയാണ്. ക്യൂ പി ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് ഫോക്കൽ ലെങ്ത് ആണ്. ഫോക്കൽ ലെങ്ത് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? എഫ് എന്ന് ഡിനോട്ട് ചെയ്യാം. ഫോക്കൽ ലെങ്ത് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? എഫ് എന്ന് ഡിനോട്ട് ചെയ്യാം. സോ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ആദ്യത്തെ തീറ്റ ഈക്വൽ ടു ക്യൂ പി ബൈ ആർ, രണ്ടാമത്തെ 2θ ഈക്വൽ ടു ക്യൂ പി ബൈ എഫ്. നമുക്ക് അടുത്ത് ചെയ്യാൻ പോകുന്നത് രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യാണ്. ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ എന്താണ്? തീറ്റ ഡിവൈഡഡ് ബൈ 2θ. രണ്ടും കൂടി LHS ഉം RHS ഉം സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. തീറ്റ ബൈ 2θ ഈക്വൽ ടു ക്യൂ പി ഡിവൈഡഡ് ബൈ ആർ ഹോൾ ഡിവൈഡഡ് ബൈ ക്യൂ പി ഡിവൈഡഡ് ബൈ എഫ് എന്നത്. ക്ലിയർ അല്ലേ? ക്യൂ പി ഡിവൈഡഡ് ബൈ ആർ ഹോൾ ഡിവൈഡഡ് ബൈ ക്യൂ പി ഡിവൈഡഡ് ബൈ എഫ്. ഞാൻ ഇവിടെ വായിക്കുകയാണ്. ദെൻ ബാക്കി എന്ത് വരും? തീറ്റ ഡിവൈഡഡ് ബൈ 2θ ഈക്വൽ ടു റെസിപ്രോക്കൽ ആയിട്ട് മൾട്ടിപ്ലൈ അല്ലേ? അപ്പൊ ക്യൂ പി ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ ക്യൂ പി എന്ന് വരും. ക്ലിയർ അല്ലേ? ഡിനോമിനേറ്റർ ഉള്ളത് തല തിരിഞ്ഞിട്ടാണ് മുകളിൽ പോകുമ്പോൾ മൾട്ടിപ്പിൾ ആവും. സോ ക്യൂ പി ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ ക്യൂ പി എന്ന് വരും. ക്യൂ പിയും ക്യാൻസൽ ചെയ്യാലോ. തീറ്റ ഡിവൈഡഡ് ബൈ 2θ ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും. തീറ്റ ഡിവൈഡഡ് ബൈ 2θ ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും. നമുക്ക് ഇതിനെ ഒന്ന് ക്രോസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താലോ. സോ എന്ത് വരും? തീറ്റ ക്യാൻസൽ ആയി 1/2 ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്താൽ ആർ ഈക്വൽ ടു 2f എന്ന് വരും. സ്മോൾ ലെറ്റർ എഫ് ആണ്. ആർ ഈക്വൽ ടു 2f എന്ന് വരും. ഇതാണ് നമ്മുടെ ഫൈനൽ റിലേഷൻ എന്ന് പറയുന്നത്. അതായത് ഫോക്കൽ ലെങ്ത്തിന്റെ ഇരട്ടി ആയിരിക്കും റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയാം. ഫോക്കൽ ലെങ്ത്തിന്റെ ഇരട്ടി ആയിരിക്കും റേഡിയസ് ഓഫ് കർവേച്ചർ. ഇത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പോയിന്റ് ടി വരെയുള്ള TP ആണ് നമ്മുടെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. CP ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത്തിന്റെ ഇരട്ടി അല്ലേ? ആണ്. അത് കൺക്ലൂഡ് ചെയ്യുന്ന ഡെറിവേഷൻ ആണ് നമ്മളിപ്പോൾ ചെയ്തത്. R ഈക്വൽ ടു 2f, അതായത് ഫോക്കൽ ലെങ്ത്തിന്റെ ഇരട്ടി ആയിരിക്കും റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടൊരു ഡെറിവേഷൻ ആണ്. ലോജിക്ക് വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതിൽ ഏതൊക്കെയാണ് കാര്യങ്ങൾ, ഇതെന്തുകൊണ്ട് ഈക്വൽ ആകുന്നു, ആ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത്രേ ഉള്ളൂ ഡെറിവേഷൻ. വളരെ സിമ്പിൾ ആണ്, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് തന്നെ പഠിക്കാം. നമ്മൾ ഈ ചാപ്റ്ററിൽ അടുത്തൊരു ഡെറിവേഷനിലോട്ട് കിടക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷകളിൽ ഇത് ബേസ് ചെയ്ത ചോദ്യങ്ങൾ കാണാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ മിറർ ഇക്വേഷൻ എന്നാണ് പറയുന്നത്. മിറർ ഇക്വേഷൻ UVR, ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻസ് പറയുന്ന ഇക്വേഷനെയാണ് നമ്മൾ എന്താ പറയുക? മിറർ ഇക്വേഷൻ. നമ്മുടെ ഇവിടെ ഒരു കോൺകേവ് മിറർ എടുത്തിട്ടുണ്ട് അല്ലേ? കോൺകേവ് മിറർ SXY എന്ന് പറയുന്ന കോൺകേവ് മിറർ എടുത്തിട്ടുണ്ട്. അതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ ആണ് C. സെന്റർ ഓഫ് കർവേച്ചറും P തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയും. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മൾ എടുത്ത ഒബ്ജക്റ്റ് OB എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒബ്ജക്റ്റിൽ നിന്നുള്ള റേസ് ഡയറക്റ്റ് ആയിട്ട് പോളിലോട്ട് പോകും. 3 രീതിയിൽ പോകാറുണ്ട്. ഒന്ന് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ഫോക്കസിലൂടെ പോകുന്ന ഒരു റേ. ഇവിടെ അതിനെ കുറിച്ച് പറയുന്നില്ല. ഇവിടെ അത് കൂടാതെയുള്ള 2 റേസിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഒരു റേ എന്ന് പറയുന്ന പോളിലൂടെ പോയിട്ട് ഇങ്ങനെ പോകുന്നു, ഡയറക്റ്റ് ആയിട്ട് പോളിൽ ഇൻസിഡന്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകുന്നു. രണ്ടാമത്തെ റേ എന്ന് പറയുന്നത് സെന്റർ ഓഫ് കർവേച്ചറിലൂടെ പോയിട്ട് മിററിൽ തട്ടിയിട്ട് അതേപോലെ തന്നെ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ തന്നെ തിരിച്ചു പോകുന്നു. നമ്മൾ ഈ റേനെ കുറിച്ച് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പോളിലൂടെ പോകുന്നത് ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക. സോ ഒരു റേ പോളിലൂടെ പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് പോളിൽ തട്ടിയിട്ട് തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ പോളിലോട്ട് ഇൻസിഡന്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന ഒരു റേ. രണ്ടാമത്തെ എന്ന് പറയുന്ന സെന്റർ ഓഫ് കർവേച്ചറിലൂടെ പോയിട്ട് അതേ വേയിൽ തന്നെ റീട്രേസസ് ഇറ്റ്സ് പാത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് 2 റേസ്. രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിലാണ് ഇമേജ് ഫോം ചെയ്യുക. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിലാണ്. സോ അവിടെ ഉണ്ടാവുന്ന ഇമേജിനെ ഞാൻ IM എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ IM എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ഇമേജ് ആണ്, തല തിരിഞ്ഞ് കിടക്കുന്ന ഇമേജ് ആണ്. അതുകൂടി ശ്രദ്ധിക്കണം. ഓക്കെ, ഫോക്കസ് ഞാൻ F എന്ന് പറഞ്ഞിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഫോക്കസിന് വലിയ റോൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അത്ര വലിയ റോൾ ഇല്ല. എന്നാൽ നമുക്ക് നോക്കാം എന്താ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ക്ലിയർ? ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ശരി, അപ്പൊ ഇവിടെ നമ്മൾ റിലേറ്റ് ചെയ്യാൻ പോകുന്നത് UVR നമ്മളിവിടെ റിലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എടുക്കാൻ പോകുന്നത് 2 ട്രയാങ്കിൾസ് ആദ്യം കൺസിഡർ ചെയ്യാം. ആദ്യത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് OBP എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ്. OBP. അടുത്ത ട്രയാങ്കിൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് IMP അല്ലെങ്കിൽ IPM എന്ന് എഴുതിയാലും തെറ്റില്ല. IPM എന്ന് പറയുന്ന രണ്ടാമത്തെ ട്രയാങ്കിൾ. IPM ഉം OBP എന്ന് പറയുന്ന ആദ്യത്തെ ട്രയാങ്കിളും. ഈ 2 ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണ്. സിമിലർ ട്രയാങ്കിൾ എന്താണെന്നൊക്കെ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. രണ്ടും സിമിലർ ആണ്. സോ അതിന്റെ സൈഡുകൾ എന്താണ്? ഒരു പെർട്ടിക്കുലർ റേഷ്യോയിലായിരിക്കും ഉണ്ടാവുക.
സിമിലർ ട്രയാങ്കിൾ ആയ കാരണം സൈഡ്സ് ഒരു പെർട്ടിക്കുലർ റേഷ്യോയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ എഴുതാലോ, എഴുതാം. അതായത് ഒ ബി എന്ന് പറയുന്ന ഈ സൈഡും ഐ എം എന്ന് പറയുന്ന ഈ സൈഡും ഒ ബി ഡിവൈഡഡ് ബൈ ഐ എം ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ഡിസ്റ്റൻസ് വൈസ് എഴുതാം. അതായത് ഒ പി ഡിവൈഡഡ് ബൈ ഐ പി എന്ന് എഴുതാം. ക്ലിയർ ആവുന്നുണ്ടോ? ഒ ബി ഡിവൈഡഡ് ബൈ ഐ എം ഈക്വൽ ടു ഒ പി ഡിവൈഡഡ് ബൈ ഐ പി എന്ന് എഴുതാം. കാരണം എന്താണ്, ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണ്. ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, ഒ ബി ഡിവൈഡഡ് ബൈ ഐ എം ഈക്വൽ ടു ഒ പി ഡിവൈഡഡ് ബൈ ഐ പി എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ എടുക്കുന്നത്, ഫസ്റ്റ് നമ്മൾ എടുത്ത കൺസെപ്റ്റ്. സെക്കൻഡ് നമ്മൾ എടുക്കാൻ പോകുന്ന ട്രയാങ്കിൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒ ബി സിയും സി ഐ എമ്മുമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഒ ബി സിയും സി ഐ എമ്മും ഇത് ട്രയാങ്കിൾ ആണ്. ഈ രണ്ട് ട്രയാങ്കിൾ ഇതുമാണ് നമ്മൾ രണ്ടാമത്തെ കണ്ടീഷനിൽ എടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതും നമുക്ക് ഇതുപോലെ റിലേറ്റ് ചെയ്യാലോ. എന്താണ്, ഒ ബി ഡിവൈഡഡ് ബൈ ഐ എം ഈക്വൽ ടു ഒ സി ഡിവൈഡഡ് ബൈ സി ഐ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഒ ബി ഡിവൈഡഡ് ബൈ ഐ എം ഈക്വൽ ടു ഒ സി ഡിവൈഡഡ് ബൈ സി ഐ എന്ന് എഴുതാൻ പറ്റും. അപ്പൊ രണ്ട് ട്രയാങ്കിൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ട്രയാങ്കിൾ ഒ ബി പിയും രണ്ടാമത്തെ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഐ പി എമ്മും. ഇതാണ് ഫസ്റ്റ് കേസിൽ കൺസിഡർ ചെയ്തത്. ഇത് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തു. ഇതിന് ഇക്വേഷൻ 1 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. രണ്ടാമത് നമ്മൾ കൺസിഡർ ചെയ്ത ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് ഒ ബി സിയും സി ഐ എമ്മും ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. രണ്ടും സിമിലർ ആണ്. സോ അതിന്റെ ബേസിസിൽ ഞാൻ മറ്റൊരു ഇക്വേഷൻ എഴുതി. ക്ലിയർ അല്ലേ? ഈ ഇക്വേഷൻ രണ്ടെണ്ണം ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇത് രണ്ടെണ്ണത്തിന്റെയും LHS സെയിം ആണ്. അതായത് രണ്ട് സൈഡും ഒ ബി ഡിവൈഡഡ് ഐ എം തന്നെയാണുള്ളത്. സോ നമുക്ക് റൈറ്റ് സൈഡിലുള്ള RHS നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് വരും, ഒ പി ഡിവൈഡഡ് ബൈ ഐ പി ഈക്വൽ ടു ഒ സി ഡിവൈഡഡ് ബൈ സി ഐ എഴുതാം. ഒ പി ഡിവൈഡഡ് ബൈ ഐ പി ഈക്വൽ ടു ഒ സി ഡിവൈഡഡ് ബൈ സി ഐ എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ അല്ലേ? ഇനി എന്താണ് ഒ പി? ഒ പി എന്ന് വെച്ചാൽ ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഒ പി എന്ന് പറയാ. ഒ പിന് നമ്മൾ എന്താ കൊടുക്കുക, യു എന്നാണ് കൊടുക്കുക. യു ഡിവൈഡഡ് ബൈ ഐ പി എന്താണ്, ഇമേജും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇമേജും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതെന്താ കൊടുക്കുക, വി എന്നാണ് കൊടുക്കുക. അപ്പൊ യു ബൈ വി ഈക്വൽ ടു ഒ സി എന്താണ്, ഒ സി എന്താണ് നമുക്കറിയാം. ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്താണ്, ഒയും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്ത് പറയും, യു എന്ന് പറയും. ഒയും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഞാൻ വേണമെങ്കിലൂടെ എഴുതി കാണിച്ചു തരാം. ഇതുവരെയുള്ള ഡിസ്റ്റൻസിനെ യു എന്ന് പറയും. സെന്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്ത് പറയും, ആർ എന്ന് പറയും. ക്ലിയർ അല്ലേ? സെന്റർ ഓഫ് കർവേച്ചറും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസിന് ആർ എന്ന് പറയും. അതായത് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയും. ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ യു എന്ന് പറയും. സോ നമുക്ക് ഒ സിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം, ഒ സി ഈക്വൽ ടു യു മൈനസ് ആർ എന്ന് എഴുതാം. ഒ സി ഈക്വൽ ടു യു മൈനസ് ആർ എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അടുത്ത കാര്യം, നെക്സ്റ്റ് കണ്ടീഷൻ, സി ഐ എന്താണ്, സി ഐ സെന്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്ത് കൊടുക്കും, ആർ എന്ന് കൊടുക്കും. അപ്പൊ ആർ മൈനസ് എന്ത് എഴുതാം, വി എന്ന് എഴുതാം. കാരണം ഇമേജും ഈ പറയുന്ന മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്, വി ആണ്. ക്ലിയർ അല്ലേ? ഈ ഡിസ്റ്റൻസ് നമുക്ക് വി ആണെന്ന് അറിയാം. ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആർ ആണ്. സോ നമുക്ക് എന്ത് എഴുതാം, ആർ മൈനസ് വി എന്ന് എഴുതാം. ഇത് വി ആണ്. സോ ആർ മൈനസ് വി എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഒ സി എന്ന് പറഞ്ഞാൽ ഒ സി ഈ ഡിസ്റ്റൻസ് ആണ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ആയ യുയിൽ നിന്ന് റേഡിയസ് ഓഫ് കർവേച്ചർ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഒ സി കിട്ടും. സോ യു മൈനസ് ആർ. ഡിനോമിനേറ്റർ സി ഐ ആണ്. സി ഐ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. സോ നമ്മുടെ റേഡിയസ് ഓഫ് കർവേച്ചറിൽ നിന്ന് നമ്മുടെ ഇമേജ് ഡിസ്റ്റൻസ് അഥവാ വി മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഡിനോമിനേറ്റർ സി ഐ നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഇത് മനസ്സിലായി വിചാരിക്കുന്നു. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. ഇനി ഞാൻ മുകളിലുള്ള ടേംസ് എല്ലാം വായിക്കണേ. ദെൻ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. സോ യു ഇൻറ്റു ആർ മൈനസ് വി ഈക്വൽ ടു വി ഇൻറ്റു യു മൈനസ് ആർ എന്ന് വരും. ശരിയല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യും. യു ഇൻറ്റു ആർ മൈനസ് വി ഈക്വൽ ടു വി ഇൻറ്റു യു മൈനസ് ആർ എന്ന് വരും. ഇതിന്റെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാലോ. അപ്പൊ യു ആർ മൈനസ് യു വി ഈക്വൽ ടു വി യു മൈനസ് വി ആർ എന്ന് വരും. ക്ലിയർ അല്ലേ? ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഞാൻ താഴെയുള്ള ഇക്വേഷൻസ് എല്ലാം വായിക്കുകയാണ്. ഇതുവരെ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആറിന്റെ ടേം എല്ലാം ഒരു വശത്ത് കൊണ്ടുവരാം, ബാക്കിയുള്ള ടേം എല്ലാം വേറെ വശത്ത് കൊണ്ടുപോകാം. സോ യു ആർ പ്ലസ് വി ആർ, യു ആർ പ്ലസ് വി ആർ ഈക്വൽ ടു യു വി പ്ലസ് യു വി തന്നെയാണ്. യു വി പ്ലസ് യു വി, വി യു എന്ന് പറഞ്ഞാൽ യു വി തന്നെയാണ്. ക്ലിയർ അല്ലേ? സോ യു ആർ പ്ലസ് വി ആർ ഈക്വൽ ടു 2uv എന്ന് വരും. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. യു ആർ പ്ലസ് വി ആർ ഈക്വൽ ടു 2uv എന്ന് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ
3 or 4 ആയിട്ട് എടുക്കണം. ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് എടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റെപ്പാണ്. ഈ ഹോൾ ഇക്വേഷൻ ഞാൻ UVR വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഹോൾ ഇക്വേഷൻ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു? UVR വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് ഡിവൈഡ് ചെയ്യാം. സോ UR ഡിവൈഡഡ് ബൈ UVR പ്ലസ് VR ഡിവൈഡഡ് ബൈ UVR ഈക്വൽ ടു 2UV ഡിവൈഡഡ് ബൈ UVR എന്ന്. ക്ലിയർ അല്ലേ? ഈ ഹോൾ ഇക്വേഷൻ ഞാൻ UVR വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. എന്തിനാണെന്ന് പറഞ്ഞുതരാം. ദെൻ ഇതിൽ യുവും ആറും ക്യാൻസൽ ചെയ്യുമല്ലോ. ഇവിടെ വിയും ആറും ക്യാൻസൽ ചെയ്യും. ഇവിടെ യുവും വിയും ക്യാൻസൽ ചെയ്യും. ബാക്കി എന്താ ഉള്ളത്? 1/v പ്ലസ് 1/u ഈക്വൽ ടു 2/r എന്ന് കിട്ടി. 1/v പ്ലസ് 1/u ഈക്വൽ ടു 2/r എന്ന് കിട്ടി. ബാക്കിയുള്ള ടേംസ് എല്ലാം നമ്മൾ ക്യാൻസൽ ചെയ്യും. ക്ലിയർ അല്ലേ? ദെൻ നമുക്കറിയാം r ഈക്വൽ ടു എന്താണ്? 2f ആണെന്ന് അറിയാം. നമ്മൾ മുൻപിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചു. r ഈക്വൽ ടു 2f ആണെന്ന്. സോ ഇവിടെ നമുക്ക് r ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2f എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 1/u പ്ലസ് 1/v ആണ്. സോ 1/v പ്ലസ് 1/u ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 2f എന്ന് എഴുതാം. 2 ഡിവൈഡഡ് ബൈ 2f എന്ന് എഴുതാലോ? എഴുതാം. ഇനി ഞാൻ മോളിലുള്ള ടേംസ് എല്ലാം വായിക്കുകയാണ്. സോ അഗൈൻ 1/v പ്ലസ് 1/u ഈക്വൽ ടു 2യും ക്യാൻസൽ ചെയ്യാലോ. അപ്പോൾ 1/f എന്ന് വരും. 1/v പ്ലസ് 1/u ഈക്വൽ ടു 1/f. ഇത് v ആണ്. 1/v പ്ലസ് 1/u ഈക്വൽ ടു 1/f. ഇനി നമ്മൾ ഇതിലോട്ട് സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യാം. സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ മെഷർമെന്റും പോളിൽ നിന്ന് ഇങ്ങോട്ടാണ് എടുത്തിരിക്കുന്നത്. മിററിൽ നിന്ന് ഇങ്ങോട്ടാണ് ഡിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. ഇങ്ങോട്ട് എടുത്താൽ എല്ലാം നെഗറ്റീവ് ആണ്, അങ്ങോട്ട് എടുത്താൽ എല്ലാം പോസിറ്റീവ് ആണ് ഞാൻ പറഞ്ഞു. സോ ഇങ്ങോട്ട് എടുത്തത് കൊണ്ട് വിയും യുവും എഫും എല്ലാം എന്താണ്? നെഗറ്റീവ് ആണ്. 1/-v പ്ലസ് 1/-u ഈക്വൽ ടു 1/-f എന്ന് വരും. ക്ലിയർ അല്ലേ? എല്ലാം നെഗറ്റീവ് ആണ്. സോ എല്ലാത്തിലും നെഗറ്റീവ് ഉണ്ട്. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നെഗറ്റീവ് ഉണ്ട്. സോ നെഗറ്റീവ്സ് ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി എന്ത് വരും? ഫൈനൽ ഇക്വേഷൻ 1/v പ്ലസ് 1/u ഈക്വൽ ടു 1/f തന്നെ വരും. പക്ഷെ നിങ്ങൾ ഈ അപ്ലൈയിങ് സൈൻ കൺവെൻഷൻ, ഇവിടെ അപ്ലൈയിങ് സൈൻ കൺവെൻഷൻ എന്ന് പറയുന്ന ഈ ഒരു ടൈറ്റിൽ കൊടുക്കണം. കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അടുത്തുള്ള ഡെറിവേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. മാഗ്നിഫിക്കേഷൻ എല്ലാം പഠിക്കുമ്പോൾ സൈൻ കൺവെൻഷൻ അനുസരിച്ച് പല ടേംസും മാറാറുണ്ട്. സോ സൈൻ കൺവെൻഷൻ ഇവിടെ കൊടുക്കുമ്പോൾ ഒരു മാറ്റവും വരുന്നില്ല. പക്ഷെ പല ഡെറിവേഷൻസിലും സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാറ്റങ്ങൾ വരാറുണ്ട്. സോ ഇവിടെ നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 1/v പ്ലസ് 1/u ഈക്വൽ ടു 1/f എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ മിറർ ഇക്വേഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷകളിൽ പല തവണ ചോദിച്ച ഇക്വേഷൻ ആണ്. സോ വൃത്തിയായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കാം. നമുക്ക് ഇവിടെ അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ലീനിയർ മാഗ്നിഫിക്കേഷൻ. ഓൾമോസ്റ്റ് അതേ ഡയഗ്രാം തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമേജിൻ്റെയും ഒബ്ജക്റ്റിൻ്റെയും ഹൈറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുക? മാഗ്നിഫിക്കേഷൻ എന്ന് പറയുക. സോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ കിടക്കാം. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്ട്. നമുക്ക് ഹൈറ്റ് ഓഫ് ഇമേജിനെ HI എന്ന് ഡിനോട്ട് ചെയ്യാം. സോ HI ഡിവൈഡഡ് ബൈ H0. ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റിന് നമുക്ക് എന്ത് കൊടുക്കാം? H0 എന്ന് കൊടുക്കാം. അപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഹൈറ്റ് ഓഫ് ദ ഇമേജ് വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട്. അപ്പോൾ HI ഡിവൈഡഡ് ബൈ H0 നമ്മൾ എഴുതി. അടുത്ത നമ്മൾ മുൻപിലത്തെ പോലെ തന്നെ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യണം. ഏതൊക്കെയാണ് രണ്ട് ട്രയാങ്കിൾസ്? BOPയും ട്രയാങ്കിൾ IPM ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. BOPയും IPM എന്ന് പറയുന്ന രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ നമുക്ക് ഇത് രണ്ടും തമ്മിൽ മുൻപിലത്തെ പോലെ തന്നെ സിമിലർ ട്രയാങ്കിൾസ് ആയത് കാരണം റേഷ്യോസ് പോലെ തന്നെ എടുക്കാം. ഇവിടെ എടുക്കുന്ന റേഷ്യോ മുൻപിൽ നമ്മൾ OB ഡിവൈഡഡ് ബൈ IM എടുത്തു. ഇവിടെ നേരെ ഹൈറ്റ് ഓഫ് ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് IM ഡിവൈഡഡ് ബൈ OB ഈക്വൽ ടു IP ഡിവൈഡഡ് ബൈ BP ആണ്. IP ഡിവൈഡഡ് ബൈ BP, അതായത് ഇമേജും ഈ പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഈ ഒരു റേഷ്യോ നമ്മൾ എടുത്തു. നമുക്കറിയാം IM എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? HI എന്ന് എഴുതാം. അടുത്തത് OB എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. H0 എന്ന് എഴുതാം. IP എന്ന് പറഞ്ഞാൽ എന്താണ്? IP എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമേജും മിററും അല്ലെങ്കിൽ ഇമേജും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അതിന് നമ്മൾ എങ്ങനെ എടുക്കുക? V എന്നാണ് എടുക്കുക. അതിന് നമ്മൾ എടുക്കുന്നത് V എന്നാണ് എടുക്കുക. ഡിവൈഡഡ് ബൈ BP എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അതിന് നമ്മൾ എന്തെടുക്കും?
യു എന്നെടുക്കും. അതിന് നമ്മൾ യു എന്നെടുക്കും. ഇനി നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യാം. സോ എച്ച് ഐ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണ്. സോ താഴോട്ടാണ് എടുക്കുന്നത്. താഴോട്ട് എടുക്കുമ്പോൾ നെഗറ്റീവ് ആണ്, മുകളിലോട്ട് എടുക്കുമ്പോൾ പോസിറ്റീവ് ആണെന്ന് അറിയാം. സോ മൈനസ് എച്ച് ഐ ഡിവൈഡഡ് ബൈ എച്ച് നോട്ട്. എച്ച് നോട്ട് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. സോ മുകളിൽ പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലോട്ട് എടുക്കുകയാണ്. സോ പോസിറ്റീവ് ആണ്. സൈൻ കൺവെൻഷൻ നമുക്ക് അറിയാം. വിയും യുവും എല്ലാം പോളിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ് ആണ്. സോ രണ്ടും എന്തായിരിക്കും? നെഗറ്റീവ് ആണ്. സോ മൈനസ് വി ഡിവൈഡഡ് ബൈ മൈനസ് യു. ക്ലിയർ അല്ലേ? സോ നെഗറ്റീവ് നെഗറ്റീവ് നമ്മൾ ക്യാൻസൽ ചെയ്യാണ്. സോ എച്ച് ഐ ഡിവൈഡഡ് ബൈ എച്ച് നോട്ട് ഈക്വൽ ടു മൈനസ് വി ഡിവൈഡഡ് ബൈ യു. ഇതെങ്ങനെയാണ് മൈനസ് വി ബൈ യു എന്ന് പറഞ്ഞാൽ ചിലർക്ക് സംശയം ഉണ്ടാവും. അതായത് ഇവിടെയും നെഗറ്റീവ് ആണ്, ഇവിടെ മൈനസ് മൈനസ് വരുമ്പോൾ ഈ ടേം പോസിറ്റീവ് ആയിരിക്കും. ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് എഴുതാം. സോ ഇവിടെ നെഗറ്റീവ് ആണ്. സോ മൈനസ് എച്ച് ഐ ഡിവൈഡഡ് ബൈ എച്ച് നോട്ട് ഈക്വൽ ടു, ഇവിടെ രണ്ട് സൈഡും നെഗറ്റീവ് ആണ്. സോ പോസിറ്റീവ് ആണ്. വി ഡിവൈഡഡ് ബൈ യു എന്ന് വരും. വി ഡിവൈഡഡ് ബൈ യു ആണ്. സോ ഇത് നമുക്ക് പോസിറ്റീവ് ആയിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യും? എച്ച് ഐ ഡിവൈഡഡ് ബൈ എച്ച് നോട്ട് ഈക്വൽ ടു മൈനസ് വി ഡിവൈഡഡ് ബൈ യു എന്ന് വരും. മൈനസ് വി ഡിവൈഡഡ് ബൈ യു എന്ന് വരും. നമുക്കറിയാം എച്ച് ഐ ഡിവൈഡ് ബൈ എച്ച് നോട്ട് എന്താണ്? മാഗ്നിഫിക്കേഷൻ ആണ്. സോ എം ഈക്വൽ ടു മൈനസ് വി ഡിവൈഡഡ് ബൈ യു എന്ന് വരും. എം ഈക്വൽ ടു മൈനസ് വി ബൈ യു. അതായത് മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു മൈനസ് വി ബൈ യു എന്ന് വരും. ക്ലിയർ അല്ലേ? സോ ഇതാണ് മാഗ്നിഫിക്കേഷൻ. ലീനിയർ മാഗ്നിഫിക്കേഷൻ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഹൈറ്റ് ഓഫ് ദി ഇമേജ് വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് തന്നെ പഠിക്കാം. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലുള്ള ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഫർദർ ടോപ്പിക്സിന്റെ വീഡിയോസ് അപ്കമിംഗ് ഡേയ്സിൽ വരും. സോ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടോ വെച്ചാൽ ഇവിടെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ പലരും ചോദിച്ച് കാണാറുണ്ട്, അതായത് ഇതിന്റെ നോട്ട്സ് എവിടെ നിന്ന് കിട്ടും? നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ നമ്മൾ ഓരോരോ ടോപ്പിക്സിന്, അതായത് എല്ലാ സബ്ജക്റ്റിൻ്റെ ഹോളായിട്ട് ഒരു ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് നമ്മൾ പ്രൊവൈഡഡ് ആണ്. സോ അതിൽ ത്രൂ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും നോട്ട്സ് കിട്ടും. ഡൗട്ട്സ് എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ കൂടി നമ്മൾ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.